ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിനിഷിജോസ് ഫാബുലസ് ലൈഫ്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഓണം ലുക്കിൽ സെക്കൻഡ് ലുക്കാണ് വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യം വന്നിട്ട് ഞാൻ മോയ്സ്ചറൈസറൊക്കെ ചെയ്തു. ഇത് വന്നിട്ട് NY ബിൻ്റെ പ്രൈമറാണ്. സോ അത് വന്നിട്ട് ആദ്യം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ഒരു എന്താ പറയുക, ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടും പ്രൈമർ ഇടുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈമർ മാത്രം ഇട്ടിട്ട് പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ലാക്മിയുടെ ഫൗണ്ടേഷൻ വന്നിട്ട് അതും ലിക്വിഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. സോ കഴുത്തിലൊക്കെ വന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെവിയുടെ അടുത്തേക്കൊക്കെ വന്നിട്ട് അത്രയ്ക്കൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഫേസിലും പിന്നെ നെക്കിലേക്കും മാത്രം എന്താ ഞാൻ വന്നിട്ട് ഇട്ടിട്ടുള്ളൂ. സോ ഇത് വന്നിട്ട് ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് SQയുടെ കൺസീലർ ഫൗണ്ടേഷൻ രണ്ടായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. സോ അതുപോലത്തെ ഇതാണ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കണ്ണിൻ്റെ താഴത്തും പിന്നെ വന്നിട്ട് ചുണ്ടിൻ്റെ സൈഡിലും വന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് വന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുക. സോ ഈ SQയുടെ പിന്നിലെ വന്നിട്ട് സ്പോഞ്ചും ഉണ്ട്, അത് വെച്ചിട്ടും നമ്മൾ വന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ അത് വന്നിട്ട് ഭയങ്കര ചെറുതായിട്ടേ ഉള്ളൂ. സോ ഒരു 4-5 യൂസിന് വന്നിട്ട് അത് ചെയ്യാൻ പറ്റും. പിന്നൊക്കെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നല്ല ഒരു അഫോർഡബിൾ ആണ്. അത് ഒന്ന് മാത്രം എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്താൽ പോലും വന്നിട്ട് നമുക്ക് നല്ല ഒരു ഫിനിഷ് കിട്ടും. പിന്നെ വന്നിട്ട് ലാക്മിയുടെ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. സോ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐ ഷാഡോവിനും വന്നിട്ട് ആ കളർ തന്നെ കൊടുക്കണേ, പിന്നെ ബ്ലഷിനും വന്നിട്ട് അത് തന്നെയാണ് കൊടുക്കണേ. സോ ഇത് വന്നിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്ലേ പോലെ ആയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസിലിട്ടപ്പോൾ ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോയി. പിന്നെ ഞാൻ വന്നിട്ട് അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സോ ഇതുപോലെ വന്നിട്ട് കൂടുതലായിപ്പോയാൽ ചിലപ്പോൾ ചിലർ മിസ്റ്റേക്ക് ചെയ്തു, എല്ലാവരും അല്ല, പക്ഷെ എന്നെപ്പോലെ ആരെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്തു എന്ന് വെച്ചാൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഏത് ഫൗണ്ടേഷൻ ഇട്ടോ ആ ഫൗണ്ടേഷൻ തന്നെ ഒരു 2 ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ആരെങ്കിലും ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നെടുത്താണ് ഞാൻ പറയുന്നത്. അല്ലാതെ വന്നിട്ട് വേണമെന്ന് വെച്ചിട്ടല്ല, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മിസ്റ്റേക്സ് ആര് വേണമെങ്കിലും ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണതാണ്. സോ ഇത് കഴിഞ്ഞ ശേഷം ലിപ്പിന് വന്നിട്ട് ലിപ് ബാം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം വന്നിട്ട് പ്ലമ്മിൻ്റെ കാജൽ മാത്രം വന്നിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വന്നിട്ട് നോക്കിയപ്പോൾ വൈറ്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് കണ്ണ് എടുത്ത് കാണിക്കുന്നില്ല എനിക്ക്. അപ്പോൾ പിന്നെ തിരിച്ചും ഞാൻ പോയി ഐലൈനറും ഇട്ടു. പക്ഷെ പ്ലമ്മിൻ്റെ വന്നിട്ട് കാജൽ ഭയങ്കര കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷെ ഉണ്ടായാൽ പോലും വന്നിട്ട് ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും നല്ല ഹൈലൈറ്റായിട്ട് നമ്മുടെ ഐസ് വന്ന് കാണിക്കും. എനിക്ക് നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഈ കൺമഷൊക്കെ ഇട്ടു എന്ന് വെച്ചാൽ അപ്പം തന്നെ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ കണ്ണിട്ട് തേക്കും, ഇല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റി ആയിട്ട് ബ്രാൻഡഡ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് വന്നിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരെണ്ണം മേടിച്ചാൽ മതി. അതുവേ വന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു ലുക്ക് കൊടുക്കും. സോ ഈ ജിമിക്കിത വന്നിട്ട് ഇടാൻ പോണേ. സോ നമ്മുടെ ഫേസ് മേക്കപ്പ് അത്രയാണ്. ഞാൻ വന്നിട്ട് മുകളിലേക്ക് വന്നിട്ട് കോമ്പാക്ട് പൗഡർ വന്നിട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് സെറ്റ് ചെയ്യാം. ഹെയർ സ്റ്റൈൽ നോക്കിയെന്ന് വെച്ചാൽ ഒന്നും പ്രത്യേകിച്ച് വലിയൊരു ഹെയർ സ്റ്റൈലൊന്നുമില്ല. ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം എടുത്ത് പഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മുന്നിൽ മാത്രം എടുത്ത് ഞാൻ ചെയ്യാൻ നോക്കി. പിന്നെ നോക്കിയെന്ന് വെച്ചാൽ അത് ശരിയായില്ല. അപ്പോൾ പിന്നെ മുഴുവനും ചെവിയുടെ അടുത്തുനിന്ന് എല്ലാ സൈഡും എടുത്തിട്ട് ജസ്റ്റ് ഒരു ഹെയർ പിൻ എടുത്ത് വെച്ചു. അത്രേ ഉള്ളൂ. വലിയൊരു ഹെയർ സ്റ്റൈലൊന്നും ഇല്ല.
സോ അതിനെ വന്നിട്ട് നന്നായിട്ട് ഹെയർ വന്നിട്ട് പിൻ ചെയ്തു. ജസ്റ്റ് ഞാൻ എടുത്ത് പിൻ ചെയ്തു എന്ന് മാത്രം, വേറെ ഒന്നുമേ ഞാൻ ചെയ്തിട്ടില്ല. സോ ഇതിൻ്റെ ശേഷം ഇത് വന്നിട്ട് രണ്ടായിട്ട് എടുത്തിട്ട് പിന്നെ നന്നായിട്ട് ചീന്തി കൊടുക്കുക. അത്യാവശ്യം ചീന്തി കൊടുക്കുമ്പോഴേ വന്നിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ളതുപോലെ തന്നെ ഉണ്ടാവും. എനിക്ക് താഴെ മാത്രം നല്ല കേർവി ആയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ കട്ടിങ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കേർവ്നെസ് പോലെ എന്താ പറയുക, മുടി വളർന്നു വന്നാലും എനിക്ക് അങ്ങനെ കേർവായി പോകും, അതുപോലെയുള്ള. സോ നമ്മൾ വന്നിട്ട് റെഡിയായി. സോ ഇതിൻ്റെ ഫുൾ ഔട്ട്ലുക്ക് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.